വൈക്കോൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കപ്പുല്ലാണ്. പക്ഷേ പച്ചപ്പുല്ലാകുമ്പോഴത്തേക്ക് അതിന് ജലാംശമുണ്ട്. അതിനനുസരിച്ച് പാലിൻ്റെ ലഭ്യത കൂടുതലായിരിക്കും. ഒരുപാട് പേര് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മൾ കൃത്യമായി തന്നെ മറുപടിയും പറഞ്ഞ് കൊടുക്കാറുണ്ട്. കാരണം ഇപ്പോൾ കൈത്തീറ്റ അധികം കൊടുത്ത് ചിലവർ അധികം കൊടുത്ത് കൈത്തീറ്റ അധികം കൊടുത്താൽ നന്നാവോ, പുല്ല് ലഭ്യത കുറവാണ്, പച്ചക്കറി വേസ്റ്റ് കൊടുത്താൽ തീറ്റ കഴിക്കുന്നില്ല, ചിലവർ പച്ചക്കറി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അതിരാവിലെ തന്നെ വാഴയ്ക്കത്തോണ്ട് ഉറക്കിച്ച് നമുക്ക് ഇന്നലെ വൈകിട്ട് ഒരു 5-6 ചാക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വാഴയ്ക്കത്തോണ്ട് ഇട്ടു. ഇന്നലത്തെ ചെടിയിൽ കുസ്തി പറഞ്ഞതിൻ്റെ ചെടിയാണ് അവന്മാരുടെ മേത്ത് മൊത്തം. അപ്പോൾ ഇവന്മാരെ ഇന്നൊന്ന് കുളിച്ചൊന്ന് വെടുപ്പാക്കാനുണ്ട്. നമുക്കിന്ന് ആദ്യം മണിയനെ തന്നെ കുളിപ്പിക്കണം. അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത ചാണകമൊക്കെ മാറ്റിയതിന് ശേഷം വാഴയ്ക്കത്തോണ്ട് കുറച്ചുണ്ട് 2 പാക്കറ്റ് ഷാമ്പൂ ഇട്ട് ഇതേ ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മൾ മേല് ശരിക്കും ഉരച്ച് തേച്ച് കഴുകുന്നത്. ഇനിയിപ്പം നല്ല ഉണക്കായതുകൊണ്ട് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിലൊക്കെ നല്ലൊരു വരൾച്ച തന്നെയായിരിക്കും. അതുകൊണ്ട് പുല്ലിൻ്റെ ക്ഷാമം ഇപ്പോൾ തന്നെ വളരെയധികമാണ്. അതുകൊണ്ട് വാഴയ്ക്കത്തോണ്ട് അതേപോലെയുള്ള ഐറ്റംസും ഒക്കെയാണ് തീറ്റകളായിട്ട് കൂടുതലും കൊടുക്കാറ്. നമ്മൾ കിട്ടുന്ന ഭാഗത്ത് തീറ്റ ഉണ്ടെങ്കിലും കുറവാണ്. അവിടെയും കുറച്ച് പരിമിതമായ സ്ഥലത്താണ് നമ്മൾ കിട്ടുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്കറിയാം, ഒരുപാട് കൃഷിയൊക്കെ ചെയ്ത് കിട്ടിയിരുന്ന ഭാഗങ്ങളൊക്കെ ഒതുങ്ങി ഇനിയിപ്പോൾ ചെറിയൊരു പ്ലോട്ട് മാത്രമാണ് നമ്മൾ കെട്ടാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ക്ഷാമം അതിരൂക്ഷമാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എല്ലാ ദിവസവും 2 നേരം അല്ലെങ്കിൽ 3 നേരം നനച്ചിടാറാണ് പതിവ്. പിന്നെ ഇടയ്ക്ക് അതിൻ്റെ മേത്തിൽ ചേറും ചെളിയും ഇരുന്ന് ഈച്ച ഒട്ടാതിരിക്കാൻ വേണ്ടി, ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചെളിയൊക്കെ ഇരുന്ന് ഈച്ച അധികമൊന്നും വരത്തില്ല. അപ്പോൾ ഇടയ്ക്കൊന്നും ക്ലിയർ ആവാൻ വേണ്ടി അതിൻ്റെ ചൊറിച്ചിലും അല്ലെങ്കിൽ മരങ്ങളിലും ഭിത്തികളിലൊക്കെ മേലിട്ട് ഉരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് മാറാനും വേണ്ടിയാണ് നമ്മളൊന്ന് കുളിപ്പിക്കുന്നത്. നന്നായിട്ട് ഷാമ്പൂ ഇട്ട് പതപ്പിച്ച് ശരിക്ക് കുളിപ്പിച്ചു. അത് നല്ല സുഖമല്ലേ, അനങ്ങാണ്ട് നിന്ന് വരും. പിന്നെ ആ തോർത്തിട്ടൊന്ന് മേലൊക്കെ ഒന്ന് തുടച്ച ശേഷം നമ്മൾ വേപ്പെണ്ണയാണ് ഇടുന്നത്. ഈച്ചകളൊന്നും ഇട്ടില്ല. പിന്നെ അത്യാവശ്യം കളറും കിട്ടും. വേപ്പെണ്ണ അധികമൊന്നും വേണ്ട, ഒരു ചെറുതായിട്ട് കയ്യിൽ ഒഴിച്ചൊന്ന് മൊത്തം ഒന്ന് തടവി ഒന്ന് തേച്ച് വിട്ടാൽ മതി. ഒരുപാട് പേര് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മൾ കൃത്യമായി തന്നെ മറുപടിയും പറഞ്ഞ് കൊടുക്കാറുണ്ട്. കാരണം ഇപ്പോൾ കൈത്തീറ്റ അധികം കൊടുത്ത് ചിലവർ അധികം കൊടുത്ത് കൈത്തീറ്റ അധികം കൊടുത്താൽ നന്നാവോ, പുല്ല് ലഭ്യത കുറവാണ്, പച്ചക്കറി വേസ്റ്റ് കൊടുത്താൽ തീറ്റ കഴിക്കുന്നില്ല, ചിലവർ പച്ചക്കറി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. നമ്മളെ പച്ചക്കറി വേസ്റ്റ് കൊടുക്കുമ്പോൾ അത് ചീഞ്ഞ ഭാഗങ്ങൾ കൊടുക്കരുത് ഒരു കാരണവശാലും. നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ നല്ല ഭാഗം നല്ല മഞ്ഞൾ വെള്ളത്തിൽ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൊടുക്കാം. മുട്ടക്രൂസ് മാക്സിമം ഒഴിവാക്കുക. കാരണം മുട്ടക്രൂസിൽ ഒരുപാട് വിഷാംശമുണ്ട്. കാരണം അത് കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അതിൻ്റെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്യാസ് കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുട്ടക്രൂസിൻ്റെ തൊണ്ടും മുട്ടക്രൂസിൻ്റെ ഇലയും മാക്സിമം ഒഴിവാക്കുക. ഇടയ്ക്കൊന്നും കൊടുക്കുന്നുമില്ല. അതുപോലെ തണ്ണിമത്തൻ ഒരുപാട് അതിൻ്റെ ഉള്ളിൽ ആ ചുവന്ന ഭാഗം അധികം കൊടുക്കരുത്. തൊണ്ട് കൊടുക്കുന്നതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ഒരു 4-5 വരെ കൊടുക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല തണ്ണിമത്തൻ. അതേപോലെയുള്ള ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ നല്ല ഉണക്കാണ്. അപ്പോൾ പുല്ലിൻ്റെ ലഭ്യത ഒരുപാട് കുറവാണ്. കിട്ടുന്നിടത്ത് മാക്സിമം പുല്ല് കിട്ടുന്നതാണെങ്കിൽ എങ്ങനെയും സംഘടിപ്പിച്ച് കൊടുക്കുക. ശേഷം പുല്ല് കിട്ടാത്ത ഒരവസ്ഥയാണെങ്കിൽ ഇതേപോലെ പച്ചക്കറി വേസ്റ്റുകൾ, അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. ആ കൂടെ കൈത്തീറ്റ എന്തായാലും കൊടുത്തു കഴിഞ്ഞാലേ നമ്മുടെ പോത്തിന് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. കൈത്തീറ്റ ഒരുപാട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുതലാവത്തില്ല. കാരണം നമുക്കത് കൊടുത്തുകൊണ്ട് ഒരു ബെനിഫിറ്റ് നമുക്ക് പോത്ത് വളർത്തുന്നതിൽ തീരെ നഷ്ടത്തിലേക്ക് തന്നെ ഈ പോത്ത് വളർത്തൽ കൃഷിയിൽ മതിയായ നഷ്ടം വരും. അപ്പോൾ കൈത്തീറ്റ മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ പോത്ത് വളർത്താമെന്ന് ഒരിക്കലും കരുതരുത്. കാരണം നല്ല മുടക്ക് വരും. അത് നമുക്ക് നഷ്ടത്തിലേക്ക് തന്നെ വരികയുള്ളൂ.
പലരും ചോദിച്ചു വൈക്കോല് കൊടുക്കുന്നതിൽ വേറെ കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടോ, വൈക്കോല് കൊടുത്താൽ കുഴപ്പമുണ്ടോ എന്നുള്ള ഒരു കേസ് കൂടി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വൈക്കോല് കൊടുക്കുന്നതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വൈക്കോലിൽ ഉണക്കപ്പുല്ലല്ല, അതിൻ്റെതായ വിശപ്പ് മാറ്റാം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം കറവയുള്ള എരുമയോ അല്ലെങ്കിൽ കറവയുള്ള പശുക്കളോ ഒക്കെ ആണെങ്കിൽ നമുക്കതൊരു 10 ലിറ്റർ പാല് കിട്ടുന്ന ഒരു നാൽക്കാലിയാണെങ്കിൽ അതിനൊരു 6 ലിറ്റർ 7 ലിറ്റർ വരെ കുറയും. വൈക്കോൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കപ്പുല്ലാണ്. പക്ഷേ പച്ചപ്പുല്ലാകുമ്പോഴത്തേക്ക് അതിന് ജലാംശമുണ്ട്, അതിനനുസരിച്ച് പാലിൻ്റെ ലഭ്യത കൂടുതലായിരിക്കും. വൈക്കോൽ കൊടുക്കുന്ന പശുവിന് അല്ലെങ്കിൽ എരുമയ്ക്ക് പാലിൻ്റെ അളവ് തീരെ കുറവായിരിക്കും. അതുകൊണ്ട് വൈക്കോൽ കൊടുക്കുന്നത് മാക്സിമം തീറ്റയില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വയറ് നിറയ്ക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുമല്ല വൈക്കോലൊക്കെ ഒരുപാട് പൈസ കൊടുത്തൊക്കെ മേടിക്കൽ വളരെ പൈസയാണ് ഇപ്പോൾ വൈക്കോലും. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പുല്ല് കിട്ടുകയാണെങ്കിൽ പാടങ്ങൾ, അതേപോലെയുള്ള സൈഡ് കനാൽ വരുമ്പോൾ പുഴയോരങ്ങൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഒരുപാട് പുല്ലുകളൊക്കെ ലഭ്യത ഉണ്ടാവും. അപ്പോൾ മാക്സിമം അവിടെ നിന്നൊക്കെ പുല്ല് ശേഖരിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ശേഷം നമ്മൾ വൈകിട്ടായപ്പോൾ ഇവന്മാരെ രണ്ടുപേരെയും പെട്ടെന്ന് അഴിച്ചുകൊണ്ട് വന്നു. അധികം നേരമായില്ല, വൈകിട്ട് അധികം താമസിക്കാത്ത രീതിയിൽ അഴിച്ചുകൊണ്ട് വന്നു. കാരണം തൊണ്ടുണ്ട്. അപ്പോൾ പിന്നെ ശരിക്കും ഒന്നുകൂടി ഒന്ന് നനച്ചു കൊടുക്കുക, ഇത് വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് അമ്മമാർ വയർ നിറച്ച്. ഞാൻ സാധാരണ കൈത്തീറ്റ കൊടുക്കുന്ന നിങ്ങൾക്കറിയാം, ഞാൻ സാധാരണ വൈകുന്നേരങ്ങളിലാണ് കൈത്തീറ്റ കൊടുക്കാറ്. അത് ചിലവർ പറയാറുണ്ട് വെള്ളത്തിൽ കലക്കി തവിടും കൊടുക്കുന്നുണ്ട്, എന്നിട്ട് കുടിക്കുന്നില്ല, തട്ടിക്കളയും. നമ്മൾ കൈത്തീറ്റ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല തിക്കായിട്ട് തന്നെ, അതായത് നമ്മൾ ഫുഡ് എങ്ങനെയാണ് കഴിക്കുക അതേപോലെ തന്നെ ആയിരിക്കണം ഇവകൾക്ക് കൈത്തീറ്റ കൊടുക്കേണ്ടത്. ശേഷം വെള്ളം കൈത്തീറ്റ കൊടുത്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കഞ്ഞോളോ അതേപോലെയുള്ള ഇതെല്ലാം കൊടുത്താലും വേറെ പ്രശ്നമില്ല. പക്ഷേ കൈത്തീറ്റ കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കൊടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായി കഴിച്ചോളും. അല്ലാതെ നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഊറി കിടക്കുന്ന അത് മാത്രം കുടിക്കും, ബാക്കി തട്ടിയും കളയാനുള്ള ചാൻസ് കൂടുതലാണ്. കൈത്തീറ്റ എപ്പോഴും നല്ല തിക്കായിട്ട് കൊടുക്കുക. അതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, പോത്ത് സംബന്ധമായ വളർത്തു കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്, അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മളിതേപോലെ വാഴയ്ക്കകത്തോണ്ട് കളക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അധികം ഒന്നും തീറ്റ വേണ്ടിയില്ല, ഒരു 2 ചാക്ക് ഒറ്റ ദിവസം മതിയാവും. കാരണം അത് ഒരു തൊട്ടി തന്നെ കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വയറ് നിറയും. പിന്നെ അതേപോലെ ഒന്നുകൂടി ഒരു ദിവസം ഇട്ട് കൊടുത്ത് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.